കൽപ്പറ്റയിലേക്ക് പോകുന്നു. അവിടെ UDF സ്ഥാനാർത്ഥി ടി സിദ്ദിഖ് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള ഒരുക്കത്തിലാണ്. അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട്. പത്രികാ സമർപ്പണത്തിനായി കാത്തിരിക്കുന്നു. കാളിദാസൻ ദേവദത്തൻ ചേരുന്നുണ്ട്. കാളിദാസൻ, ടി സിദ്ദിഖ് പത്രിക നൽകാൻ ഒരുങ്ങുന്നു. വിവരങ്ങൾ എന്തൊക്കെ? ഉന്മേഷ്, ഇവിടെ പത്രികാ സമർപ്പണത്തിലേക്ക് കടക്കുകയാണ് കൽപ്പറ്റ UDF സ്ഥാനാർത്ഥി ടി സിദ്ദിഖ്. കഴിഞ്ഞ 5 വർഷം ഇവിടുത്തെ MLA ആയിരുന്നു. ഇപ്പോൾ വീണ്ടും UDF സ്ഥാനാർത്ഥിയായി വന്നതിൽ വലിയ രീതിയിലുള്ള സന്തോഷം അണികൾക്കും പ്രവർത്തകർക്കും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ വലിയൊരു ഘോഷയാത്ര തന്നെ നമ്മൾ കണ്ടതാണ്. ആ പ്രചരണ റാലി അടക്കം നമ്മൾ കണ്ടതാണ്. അത്രത്തോളം പ്രചരണം വലിയ രീതിയിൽ കൊഴുപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ് UDF സ്ഥാനാർത്ഥി ടി സിദ്ദിഖ്. ഇപ്പോൾ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിലേക്ക് കൂടി കടന്നിരിക്കുന്നു. രാവിലെ പുത്തുമല ശ്മശാന ഭൂമിയിലെത്തി പ്രാർത്ഥിച്ച ശേഷമാണ് ടി സിദ്ദിഖ് ഈ ഒരു നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സിദ്ദിഖ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിലേക്ക് എത്തി പുത്തുമല ശ്മശാന ഭൂമിയിൽ പോയതിന് ശേഷമാണ് കാലത്ത് പുത്തുമല ശ്മശാനത്തിൽ പോയി അവിടെ പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞതിന് ശേഷം തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ട് ദുരന്തബാധിതരുടെ കയ്യിൽ നിന്നും അവരിങ്ങോട്ട് വളരെ സ്നേഹത്തോടു കൂടി ആവശ്യപ്പെട്ടൊരു കാര്യം കെട്ടിവെക്കാനുള്ള പണം അവർ തരും എന്നുള്ളതായിരുന്നു. അപ്പോൾ ദുരന്തബാധിതരായ ആളുകൾ കെട്ടിവെക്കാനുള്ള പണത്തിൻ്റെ ഒരു ഭാഗം അവരാണ് തന്നത്. രണ്ടാമത്തെ കാര്യം, തോട്ടം തൊഴിലാളികളാണ് അതിൻ്റെ കെട്ടിവെക്കാനുള്ള പണത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം തന്നത്. അപ്പോൾ ഈ 2 കാര്യം കൂടെ പൂർത്തീകരിച്ച് പിന്നെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ട്രഷറർ ബഹുമാനായ ശ്രീ ഗോപാലക്കുറുപ്പ് അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹ ഓഹരിയും കൂടെ വെച്ച് ഞങ്ങൾ ഇത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ സംസ്ഥാനത്ത് വലിയ രീതിയിൽ CPIM BJP ആരോപണം പ്രതിപക്ഷ നേതാവ് അടക്കം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഒരു ദേവദത്തമാണ് ഇപ്പോൾ കൽപ്പറ്റയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ടി സിദ്ദിഖ് അവിടെ പത്രിക നൽകാനായുള്ള കാത്തിരിപ്പിലാണ്. പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.